ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും പോപ്പ് കിസ് ഗ്യാരേജിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കഥ പറയാനാണ്. ആ കഥ എന്തിനെ ആസ്പദമാക്കിയിട്ടാണ്? ഈ ഒരു കമ്പനിയെ ആസ്പദമാക്കിയിട്ടാണ്. ഹോട്ട് വീൽസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഹോട്ട് വീൽസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ ഒരു കമ്പനിയുടെ ഹിസ്റ്ററിയെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു ബൂമിംഗ് ആണ് 2023 ലാസ്റ്റ് മുതൽ ഇപ്പം നിലവിൽ വരെ വന്നേക്കുന്നത്. ഇതിനുവേണ്ടി ഇൻഡിവിജ്വൽ ഷോപ്സ് എന്ന് വെച്ചാൽ ഹോട്ട് വീൽസ് സെല് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഷോപ്സ് വരെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പേര് ഇത് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിനങ്ങനെ പ്രായമൊന്നും ഒരു ഫാക്ടറായിട്ടില്ല ആക്ച്വലി ഇപ്പോൾ നിലവിൽ. കാരണം വെച്ചാൽ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ളവർ വരെ ഹോട്ട് വീൽസ് മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇത് മേടിക്കാനായിട്ട് രാവിലെ ഷോപ്പിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു ബൂമിങ് നമ്മുടെ നാട്ടിൽ ഇപ്പം ഹോട്ട് വീൽസിനുണ്ട്. അപ്പം ഇത്രയും കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെ കളക്ടേഴ്സിന് എല്ലാവർക്കും ഈ ഹോട്ട് വീൽസിന്റെ ഹിസ്റ്ററി അറിയാവോ? അപ്പോൾ അറിയത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ആ ഒരു ആശയത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവോ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്നെ അത് കമൻ്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ മസ്റ്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. സപ്പോർട്ടാണ്, ഇതാണ് എൻ്റെ ഫ്യൂവൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോട്ട് വീൽസിലേക്ക് പോയാലോ. ഹോട്ട് വീൽസ് എന്നാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്? 1968ലാണ്. 1968ലാണ് ഹോട്ട് വീൽസ് എന്ന് പറയുന്നൊരു കമ്പനി ലോഞ്ച് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു കമ്പനിയാണോ? അതല്ല, അതൊരു ബ്രാൻഡാണ്. മെറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ് ഹോട്ട് വീൽസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൊണ്ടുവന്നത് തന്നെ. അവർ ആദ്യം എന്തിൽ ഫോക്കസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്സ് എന്ന് വെച്ചാൽ കിഡ്സിൻ്റെ ടോയ്സ്, അതിലാണ് ആ ഒരു കമ്പനി ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ അവരുടെ മനസ്സിൽ പെട്ടെന്നുണ്ടായ ഒരു ആശയമാണ് എന്തെങ്കിലും ഒരു യുണീക്കായിട്ടൊരു ടോയ്സ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആശയത്തിലാണ് അവരൊക്കെ, എന്ന് വെച്ചാൽ കിഡ്സിന് വേണ്ടി യുണീക്കായിട്ടൊരു ടോയ്സ് എന്നുള്ള ആശയത്തിലാണ് അവരുടെ മനസ്സിൽ വന്നൊരു ആശയമാണ് ഫാസ്റ്റ് ആയിരിക്കണം, സ്റ്റൈലിഷ് ആയിരിക്കണം. ഇതൊക്കെയാണ് അവരുടെ ആശയങ്ങളെന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ ഇതിന് ഹോട്ട് വീൽസ് എന്ന് പേരിടുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പേര്. എന്ന് വെച്ചാൽ പേര് ചടങ്ങാണ് ഞാൻ പറയുന്നത്. ഹോട്ട് വീൽസ് എന്ന് വന്ന പേരിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ പേര് വന്നത് അങ്ങനെയാണ്. വെച്ചാൽ യുണീക്ക് ആയിരിക്കണം, ഫാസ്റ്റ് ആയിരിക്കണം, സ്റ്റൈലിഷ് ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ അവർ ആദ്യം മോഡൽസ് ഉണ്ടാക്കി, അതിനുശേഷം അവർ അതിനുവേണ്ടി ട്രാക്സ് ഉണ്ടാക്കി. അതൊരു മാർക്കറ്റിൽ ഒരു വലിയ സെയിൽസ് ഭയങ്കര മൂവിങ് ആയി. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ അത് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരി വലിയ സെയിലുണ്ടായി. ആ ഒരു കമ്പനി നിന്ന് ഇപ്പം വളർന്നു. അപ്പോൾ ആ കിടക്കുന്നു മാച്ച് ബോക്സും കൂർഗോയും അവിടെ ഉണ്ട്. അവർ ആകെ പ്രശ്നത്തിലായി ഗായ്സ്. കാരണം വെച്ചാൽ ഹോട്ട് വീൽസ് വന്നു, ആ ഒരു എന്താ പറയുന്നത്, അവരങ്ങ് ലെജൻഡായി. ബാക്കിയുള്ളവരെല്ലാം താഴെയും പോയി. എന്നുവെച്ചാൽ ഇവർ യുണീക്ക് സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. അത്രയ്ക്ക് കിടുക്കാച്ചി സാധനങ്ങൾ ഇവർ ഇറക്കി വിടാൻ തുടങ്ങി. അതോടുകൂടി ഈ ഒരു കമ്പനി കയറി അങ്ങ് വളർന്നു. ബാക്കിയുള്ളവരൊക്കെ സെയിൽ താഴോട്ടും പോയി. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡൈകാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ കാർസ് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ റിയൽ കാർ ബ്രാൻഡ്സ്, പല റിയൽ കാർ ബ്രാൻഡുകളുമായിട്ട് ഇവർ ലൈസൻസ്ഡ് കോൺട്രാക്ട് ചെയ്തു. എന്ന് വെച്ചാൽ ആ ഒരു മോഡൽ നിർമ്മിക്കാനുള്ള പെർമിഷൻ ആ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇവർ ഡൈകാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഡൈകാസ്റ്റ് ചെയ്തതോടുകൂടി ഇവരുടെ മാർക്കറ്റേ മാറിപ്പോയി. ഇവർ മാത്രമായി ആ ഒരു സെഗ്മെന്റിൽ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ബാക്കിയുള്ള കമ്പനികളൊക്കെ അപ്പോഴത്തേനും താഴെ പോയി. എന്നുവെച്ചാൽ ഇവർ അപ്പോഴത്തേനും ആ മാർക്കറ്റ് ഫുൾ ഇവരുടെ കൈവശം എടുത്തു എന്ന് വേണം പറയാനായിട്ട്. അതിനുശേഷം ഇവർ ആ ഒരു ഡൈകാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവർ ചെയ്ത ആദ്യത്തെ ഡൈകാസ്റ്റ് ചെയ്തേക്കുന്നത് ഷവർലെ കമ്പനിയായിട്ടാണ്. ഷവർലയുടെ ക്യാമറോ എന്ന് പറയുന്ന വെഹിക്കിളാണ് ആദ്യമായിട്ട് ഇവർ ഡൈകാസ്റ്റ് ചെയ്യുന്നത്. അതും ബ്ലൂ കളർ. നമുക്കൊന്നും കിട്ടാനില്ല കേട്ടോ, അതൊക്കെ തപ്പുന്നുണ്ട്. കിട്ടിയാൽ ലോട്ടറി എന്ന് വേണം പറയാനായിട്ട്. നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. പിന്നെ ഇവരുടെ എല്ലാ മോഡൽസിൻ്റെയും താഴെയായിട്ട് ഇവരുടെ ഇതിൻ്റെ മാനുഫാക്ചർ എന്ന് ചെയ്തു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവർ കൃത്യമായിട്ട് ഇതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കിയത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇവരിതിൽ കൃത്യമായിട്ട് ലേബൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തേക്കുന്ന കാര്യം, ഈ ഒരു മോഡൽ ആർക്കൊക്കെ സ്യൂട്ടബിൾ ആണ് അവർ കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് 0 to 3 ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരിത് മെൻഷൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഇവർ ഏതൊക്കെ കമ്പനികളുമായിട്ട് ഇവർ കൊളാബറേറ്റഡ് ആണ് എന്നുള്ളതും ഇവർ കൃത്യമായിട്ട് ഇവരുടെ എല്ലാ പാക്കിലും ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു ഹോട്ട് വീൽസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തോരം ആൾക്കാരാണ് ദിവസവും ഹോട്ട് വീൽസ് പർച്ചേസ് ചെയ്യുന്നത്.
എന്തോരം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെത്രത്തോളം വളർന്നു വലുതായി. ഇവർ ആ സെയിൽസിൽ കുറച്ച് ട്രിക്കും കൂടെ കൊണ്ടുവന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബഞ്ച് ഓഫ് കാർസ് ഒന്നിച്ച് സെല് ചെയ്യാൻ തുടങ്ങി. ബഞ്ച് ഓഫ് കാർസ് എന്ന് പറയുമ്പോൾ ഒരു 5-6 വണ്ടി ഒരു പാക്ക്, അങ്ങനെ ഇവർ സെല് ചെയ്യാൻ തുടങ്ങി. 5-6 മോഡൽസ് ഒരു പാക്ക് എന്ന രീതിയിൽ. അതിനകത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിയൽ കാർസ്, എന്ന് വെച്ചാൽ റിയൽ കാർസിൻ്റെ എക്സാക്റ്റ് മിനിയേച്ചേഴ്സും അതിൻ്റെ കൂടെ കുറച്ച് ഫാൻറ്റസി കാർസും. അപ്പം ഒബ്വിയസ്ലി കളക്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യും, ഈ 5 മോഡൽസും ഒന്നിച്ചേ മേടിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു ബണ്ടിലാണ്. ആ ഒരു പാക്കിലാണ് ഇവരിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇവരുടെ ആ ഒരു ഫാൻറ്റസി കാർസ് ഇവർ സെല് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കളക്റ്റബിൾ കാർസും മേടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ് മിസ്റ്ററി കാർസ്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ റെയർ കാർസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ കുറച്ച് മോഡൽസ് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ കമ്പനി കയറി വളർന്നു. അങ്ങനെയാണ് ഹോട്ട് വീൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ വളർച്ച, അല്ലെ ആ ഒരു കമ്പനി എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. പിന്നെ നമ്മുടെ ഇന്ത്യയെ പറ്റി പറയാം. ഇന്ത്യയിലേക്ക് ഈ ഒരു ഹോട്ട് വീൽസിന്റെ സെല്ലിങ് വളരെ കുറവായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാൻ എന്ന് പറയാൻ പറ്റില്ല, ബാൻ എന്ന രീതിയിലൊരു പ്രശ്നം അന്ന് അവിടെ ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് വീൽസ് അന്ന് നിർമ്മിച്ചിരുന്ന മെറ്റൽ കൊണ്ടാണ്. ആ ഒരു മെറ്റൽ ഡൈകാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ തന്നെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് 0 to 3 ഉള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇത് ഹസാർഡാണ്. ആ ഒരു കുട്ടികൾക്ക് ഇത് ഹസാർഡ് ഉള്ളതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് അവർ കൃത്യമായിട്ട് ഇത് ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇത് ആ ഒരു സമയത്ത് അധികം ആരും മേടിക്കാതായി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹസാർഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹസാർഡ് തന്നെയാണ്. കാരണം വെച്ചാൽ ഇത് മെറ്റലാണ്. അപ്പോൾ ആ മെറ്റൽ കൊണ്ട് ഇച്ചിരി എന്താ പറയുക വെയിറ്റ് ഒക്കെ ഉള്ളതായതുകൊണ്ട് കൊച്ചു കുട്ടികളല്ലേ, എടുത്തെറിയോ അല്ലെ മോന്തയ്ക്ക് വീഴുകയോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു സമയത്ത് ഇത് നമ്മുടെ നാട്ടിലൊന്നും അധികം ബൂമിങ് ഇല്ലായിരുന്നത്. പക്ഷെ ഇപ്പം നിലവിൽ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോഴും നിയമം അതൊക്കെ തന്നെയാണ്, പുറയിൽ കൃത്യമായിട്ട് അവർ പറയേണ്ടതൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ നാട്ടില് കുട്ടികളല്ല ഇപ്പൊ ഇത് മേടിക്കുന്നത്. ഇവര് കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ ഇത് ഇറക്കിയത്. ഇന്ത്യയിലേക്ക് ഇവർ അന്ന് ആ സമയത്ത് വന്നപ്പോഴും ഇല്ല, ഇന്ത്യയിലെ സെയിൽസിന് കുറവ് വരാൻ കാരണം അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാൽ പോലും, എന്ന് വെച്ചാൽ 0 to 3 പ്രായം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാൽ പോലും ഇത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത് അതിനും മേളിലുള്ള ആൾക്കാരാണ്. കാരണം വെച്ചാൽ ഇപ്പം എന്താ പറയുന്നത്, ഒരു ചെറിയ കുട്ടി മുതൽ വലിയ അപ്പാപ്പം വരെ അത് കളക്ട് ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെയാണ് ഹോട്ട് വീൽസിനെ പറയാൻ. അങ്ങനെയാണ് ഹോട്ട് വീൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇത്രയും വളർന്നത്. ഇത് ഞാൻ ഇത്രയും വിവരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം, ഒരുപാട് പേര് കളക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാം എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും ഡീറ്റെയിൽ ചെയ്തത്. നിങ്ങൾക്ക് ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള കോണ്ടന്റുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ, ഹാവ് എ നൈസ് ഡേ.